ഇപ്പം പഠിച്ച് ഇറങ്ങിയ നേഴ്സുമാരും പഠിച്ചുകൊണ്ടിരിക്കുന്ന നേഴ്സുമാർക്കും അതുപോലെ തന്നെ ഒരുമാതിരി നമ്മുടെ നാട്ടിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കും ഒക്കെ കോമൺ ആയിട്ടുള്ള കുറേയധികം ഡൗട്ടുകളുണ്ട്. അപ്പം ആ ഡൗട്ടുകൾ ഓരോന്നോരോന്നായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. എൻ്റെ വീഡിയോയിൽ കൂടി ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പം ഞാൻ ജർമ്മനിയിൽ വന്ന ഒരു വഴി ഏതാണ്, എങ്ങനെയാണ് ഞാനിവിടെ എത്തപ്പെടാനായിട്ടുണ്ടായ സാഹചര്യം, ഇതെല്ലാം നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ ക്ലിയറായി എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. നേഴ്സുമാർക്ക് വളരെയധികം ആശങ്ക ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് IELTS വേണോ, OET വേണോ, ജർമ്മൻ വേണോ. അപ്പോൾ ഈ കാര്യത്തെക്കുറിച്ച് ഈ കറണ്ട് സിറ്റുവേഷനിൽ ഒരു അവലോകനം നടത്തുകയാണെന്നുണ്ടെങ്കിൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ UK യിലും ഈ പറഞ്ഞ മാൾട്ടയിലും അയർലൻഡും ഇപ്പം OETയുടെ എക്സാം പാസ്സായി നിൽക്കുന്ന 3-4 പേരെ എനിക്കറിയാം. അവർക്ക് ഇൻ്റർവ്യൂ ഷെഡ്യൂളൊന്നും ഇതേവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ കറണ്ട് സിറ്റുവേഷനിൽ UK യിലും അതുപോലെ തന്നെ മാൾട്ടയിലും ഒക്കെ നേഴ്സുമാർക്കുള്ള ചാൻസ് എത്രത്തോളമാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതുള്ളൂ. ഇപ്പം ന്യൂസിലൂടെ ആണെങ്കിൽ ഇപ്പം ആക്ച്വലി അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുമായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്ന കാര്യം അതാണ്. അപ്പം ഈ ഒരു സിറ്റുവേഷനിൽ ജർമ്മനിലേക്കുള്ള നേഴ്സുമാരുടെ ഒഴുക്ക് വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലും പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടും ബാക്കി കാര്യങ്ങളും എല്ലാം അത് മുതലെടുത്തുകൊണ്ടും ഇരിക്കുകയാണ്. അതാണ് ആക്ച്വലി സംഭവിക്കുന്നത്. അപ്പം ജർമ്മൻ ലാംഗ്വേജ് മാൻഡേറ്ററി ആണ്. നമുക്ക് ജർമ്മനി വരണമെങ്കിൽ ജർമ്മൻ ലാംഗ്വേജ് ഇല്ലാണ്ട് പറ്റത്തില്ല. അപ്പം ജർമ്മൻ ലാംഗ്വേജ് നമ്മൾ എങ്ങനെ പഠിക്കണം, ഏത് രീതിയിൽ പഠിക്കണം, എവിടെ പഠിക്കണം, അതിനെക്കുറിച്ചൊക്കെ ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും. കാരണം ജർമ്മൻ കൊയ്ത്ത ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ട്രിവാൻഡ്രത്തെ നമ്മുടെ ടീച്ചർമാരുടെ മികവ് തന്നെയാണെന്ന് ഞാൻ പറയാം. കാരണം ജർമ്മൻ്റെ ബേസിക് അറിയത്തില്ലാത്ത ഞാൻ അവിടെ ചെല്ലുകയും A1 മുതൽ B1 വരെ അവിടെ പഠിക്കുകയും അവിടുന്ന് B1 പാസ്സാകുന്നതിന് മുമ്പേ തന്നെ നമുക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ സാധിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ B1 പാസ്സായി കഴിഞ്ഞ ഉടനെ നമുക്ക് ഒത്തിരി ടൈം ലാപ്സ് ഇല്ലാതെ നമുക്ക്
കാര്യങ്ങൾ മുമ്പോട്ട് പോയി. അങ്ങനെ പെട്ടെന്ന് ജർമ്മനിയിലെത്തി. അതായിരുന്നു സംഭവിച്ചത്. അപ്പം ഗോയിത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഞാൻ പഠിച്ച എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് എനിക്ക് 1-2 വാക്കുകൾ പറയാനുണ്ട്. അപ്പം അത് 1-2 വാക്കുകളിൽ പറഞ്ഞാൽ തീരത്തില്ല. വരും ദിവസങ്ങളിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഓരോ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ ഞാൻ ഇടുന്നതായിരിക്കും. ഇപ്പം ഞാൻ പൊതുവായിട്ട് എഴുതി തള്ളി പറയുകയല്ല. പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ എഴുതി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അവിടെ ജർമ്മൻ ലാംഗ്വേജ് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനായിട്ടുള്ളത്, നമുക്ക് അവിടെ പഠിക്കാം. അവിടെ പഠിക്കുന്നത് എല്ലാ സ്റ്റാഫുകളും ക്വാളിഫൈ ആ റേഞ്ചിലായി. C1 C2 ലെവലിൽ എത്ര എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരൊക്കെയാണ് നമ്മുടെ ജർമ്മൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ, അതായത് ഗോയിത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിൻ്റേതായിട്ടുള്ള ഒരു നമുക്ക് ആ കഴിവുകളെല്ലാം നമുക്ക് A1 മുതൽ അവർ പഠിപ്പിച്ചു തരുന്ന ഓരോ എക്സ്പീരിയൻസും നമുക്ക് ഇവിടെ വന്നിട്ട് അത് നമ്മൾ ഡേ ടു ഡേ നമ്മളത് ഫേസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. കാരണം ഞാനത് 1 വർഷം കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു തന്ന കാര്യങ്ങൾ, ഇവിടുത്തെ കൾച്ചറുകൾ എല്ലാം എൻ്റെ ലൈഫിൽ ഓരോ ദിവസങ്ങളായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. അപ്പോൾ ഇന്ന പോലെ സംഭവിക്കും. ഫോർ എക്സാമ്പിൾ, എന്നെ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ A1 A2 ലെവലിൽ ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്നോട് മാഡം പറഞ്ഞിരുന്നു, ഇപ്പം ജർമ്മനി വന്നിട്ട് ഡോർ അടഞ്ഞു പോകല്ലേ, കീ എപ്പോഴും കയ്യിൽ കരുതണം. ഇനി ഇൻ കേസ് എങ്ങനെയെങ്കിലും ഡോർ അടഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് തുറക്കാൻ പാടാണ്. അപ്പം അതിന് ഇച്ചിരി ചിലവൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പം അത് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ വന്നപ്പം നമ്മൾ ഈ ഒരു സിറ്റുവേഷനുമായിട്ട് ആപ്റ്റ് ആവാത്തതുകൊണ്ട് എനിവേ എന്താണെങ്കിലും എൻ്റെ ലൈഫിൽ അത് സംഭവിച്ചു. ഡോറ് അടഞ്ഞുപോയി. അതുപോലെ തന്നെ ഡോർ അടഞ്ഞു പോയിട്ട് ഫ്ലൂസൽ ഡീൻസിനെ വിളിക്കേണ്ടി വന്നു. അതായത് ഇത് ഡോർ തുറക്കാൻ വേറെ മാർഗമൊന്നുമില്ല, കീ റൂമിൻ്റെ ഉള്ളിലാണ്. അപ്പം ഡീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒരു വണ്ടിയായിട്ട് വരും, വാഹനമായിട്ട് വരും. അവർ ഡോർ തുറക്കും. പക്ഷെ അവർക്ക് പൈസ കൊടുക്കണം. 100 യൂറോ അടുത്ത് നമുക്ക് ആ എമൗണ്ട് അന്നേരം ചിലവായി. അപ്പം ആ ഒരു സിറ്റുവേഷനിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം അത്ര ഒരു എമൗണ്ട് 100 യൂറോ എന്ന് പറയുമ്പോൾ ഇപ്പം നാട്ടിലെ ഏറെക്കുറെ ഒരു
8-9 രൂപ അടുത്ത് വരുമായിരിക്കും.